അതെ, അങ്ങനെ തന്നെ ആയിരിക്കാം. അതുകൊണ്ടാണ് അവ ആദ്യം ഞങ്ങളുടെ അടുത്ത് പറയാത്തത് ആക്ച്വലി. പിന്നെയാണ് പപ്പയുടെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. 22-ാം തീയതി അവൻ മരിക്കുമെന്ന് അവന് ഉറപ്പായപ്പോഴാണ് പപ്പയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ചതി മനസ്സിലാക്കിയിരുന്നില്ല ആദ്യം അല്ലേ? അവൻ മനസ്സിലാക്കിയിരുന്നായിരിക്കാം, പക്ഷെ അവനിങ്ങനെ സംഭവിക്കുമെന്ന് സുഹൃത്തിനോട് അന്ന് ബൈക്കിൽ തിരിച്ചു വരുമ്പോൾ പറഞ്ഞിരുന്നു, പക്ഷെ ആരടുത്തും പറയണ്ടെന്ന് പറയുന്നത്. അവൾ ചതിച്ചു. അതെ, അവൻ പ്രതീക്ഷിച്ചില്ല മരിക്കും ഉള്ള കാര്യം, അല്ലെങ്കിൽ അവ ആദ്യമേ പറഞ്ഞു. ഇപ്പോൾ വിധിന്യായം വന്നിരിക്കുകയാണ്. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി പരിഗണിച്ച് കടുത്ത ശിക്ഷ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷയും. കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അത് കടുത്ത ശിക്ഷ തന്നെ, അതായത് പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഇപ്പോൾ ഇതിൽ രണ്ടാം പ്രതിയായ അമ്മയെ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കണം. അന്ന് പോലീസും പ്രോസിക്യൂഷനും അടക്കം പറഞ്ഞിരുന്നത് ഈ കുറ്റത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ഗൂഢാലോചന നടത്തിയ വ്യക്തികളിൽ ഒരാളാണെന്നാണ്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ ഞങ്ങൾ കോടതി വിധിയെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുകയാണ്. രണ്ടാം പ്രതിയെ വെറുതെ വിട്ടു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അത് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ പ്രോസിക്യൂട്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്തെങ്കിലും നടപടി വേണമെങ്കിൽ ഒന്നാം പ്രതിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ആ ശിക്ഷയുടെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തൃപ്തിയാണ്. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ 4 വകുപ്പുകളും ചുമത്തിയിട്ട് തന്നെയാണ് വിധി വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് തക്കതായിട്ടുള്ള മാക്സിമം പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ അമ്മയുടെ രണ്ടാം പ്രതിയെ വെറുതെ വിട്ടതിൽ പ്രത്യേകിച്ചൊരു നിരാശയുടെ ആവശ്യമില്ല, അങ്ങനെയാണോ? അല്ല, ഞങ്ങൾക്ക് ഇപ്പോൾ പ്രതീക്ഷിച്ചിരുന്നു. അതെ, പ്രതീക്ഷിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കോടതി വിധിയെ ഞങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ്. ബാക്കി തുടർ നടപടികൾ ഞങ്ങൾ പ്രോസിക്യൂട്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തു. എന്തെങ്കിലും വേണം, അതെ, എന്തെങ്കിലും വേണം. ഇപ്പോൾ പൂർണ്ണ തൃപ്തരാണ് ഞങ്ങൾ. അപ്പോൾ കുടുംബം, അതായത് അമ്മയും അച്ഛനും പറഞ്ഞത് പരമാവധി ശിക്ഷ എന്നതിനപ്പുറത്തേക്ക് ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല, ഈ ശിക്ഷയിൽ തൃപ്തിയില്ലെങ്കിൽ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്നതാണ്. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ 2 വർഷമായി, അപ്പോൾ ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഇവിടം വരെ കൊണ്ടെത്തിച്ചു. അപ്പോൾ ഇനി എന്തുണ്ടെങ്കിലും അതിൻ്റെ അങ്ങ് അറ്റം വരെ പോയിട്ടാണെങ്കിൽ മാക്സിമം ശിക്ഷ പോരാടിയതുപോലെ തന്നെ. തീർച്ചയായിട്ടും. അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ലോങ് പ്രോസസ്സായിരുന്നു. അത് മാത്രമല്ല, പിന്നെ എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്നായാലും പോലീസ്, ഗവൺമെൻറ്, ഞങ്ങളുടെ വക്കീൽ, ഞങ്ങളുടെ പ്രോസിക്യൂട്ടർ. ചോദിക്കുന്ന വേറെ പ്രാധാന്യമുണ്ട്. കാരണം ആദ്യം ഇത് സംശയിക്കുകയും തിരിച്ചറിയുകയും ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത ഒരാൾ കൂടിയാണ്. അതെ, അത് ശരിയാണ്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. അങ്ങനെ തന്നെയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഷാരൂൺ പ്രണയത്തിൻ്റെ രക്തസാക്ഷിയാണ് എന്നതാണ്. കാരണം അതെൻ്റെ പ്രണയത്തിൽ അത്രയും ഇൻവോൾവ് ആയതുകൊണ്ട് മാത്രം ഇങ്ങനൊരു ദുരന്തം നേരിടേണ്ടി വന്ന വ്യക്തിയാണ് എന്നാണ്. അതെ, അങ്ങനെ തന്നെ ആയിരിക്കാം. അതുകൊണ്ടാണ് അവ ആദ്യം ഞങ്ങളുടെ അടുത്ത് പറയാത്തത് ആക്ച്വലി. പിന്നെയാണ് പപ്പയുടെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. 22-ാം തീയതി അവൻ മരിക്കുമെന്ന് അവന് ഉറപ്പായപ്പോഴാണ് പപ്പയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ചതി മനസ്സിലാക്കിയിരുന്നില്ല ആദ്യം അല്ലേ? അവൻ മനസ്സിലാക്കിയിരുന്നായിരിക്കാം, പക്ഷെ അവനിങ്ങനെ സംഭവിക്കുമെന്ന് സുഹൃത്തിനോട് അന്ന് ബൈക്കിൽ തിരിച്ചു വരുമ്പോൾ പറഞ്ഞിരുന്നു, പക്ഷെ ആരടുത്തും പറയണ്ടെന്ന് പറയുന്നത്. അവൾ ചതിച്ചു. അതെ, അവൻ പ്രതീക്ഷിച്ചില്ല മരിക്കും ഉള്ള കാര്യം, അല്ലെങ്കിൽ അവ ആദ്യമേ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വിധിയിൽ പൂർണ്ണ തൃപ്തരാണ് നിലവിൽ. നീതി ലഭ്യമാകുന്നു. അതെ, ഇനി ശിക്ഷയും കൂടെ വിധിക്കട്ടെ.